12 മണിയാവാൻ വെയിറ്റ് ചെയ്യാണ്. ഒരാളുടെ ബർത്ത്ഡേ ആണ് നാളെ. ഈ 4-5 ദിവസം അതെന്താ അങ്ങനെ? ആൾക്കാർക്ക് തോന്നണം 25 വയസ്സായോ, കണ്ട പറയില്ലല്ലോ. അവിടെയാണ് നമ്മുടെ വിജയം. ചെറിയ ഗിഫ്റ്റോ വലിയ ഗിഫ്റ്റോ, ഗിഫ്റ്റ് അല്ലേ? അതെ അതെ, നമ്മുടെ ആ രീതിയിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗുരുദേവ്. വെൽക്കം ബാക്ക് ടു ഗുരുദേവ് കീർത്തന യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ എല്ലാം ചിന്തിക്കുന്നുണ്ടാവും കീർത്തൂട്ടി എവിടെയാണെന്ന്. ഞാൻ കീർത്തൂട്ടിയെ എടുക്കാണ്ടാണ് വന്നത്. കാരണം നാളെ കീർത്തൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് April 26, നാളെ April 27 കീർത്തൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ കീർത്തൂട്ടിയുടെ 25ാമത്തെ ബർത്ത്ഡേ ആണ്. എനിക്ക് 22, അവൾക്ക് 22 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ കാണാൻ തുടങ്ങിയതാണ്. അപ്പോഴൊക്കെ കൊച്ചുകുട്ടിയായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ട് 25 വയസ്സായില്ലേ, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു 25 ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ ചിന്തിച്ചു. എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ഉണ്ട്. എല്ലാ വർഷവും ഗിഫ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു പരിചയപ്പെട്ടിട്ട് ഇത്രയും വർഷം. അപ്പോൾ ഇപ്രാവശ്യം 25 ഗിഫ്റ്റ് കൊടുത്തിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് ഒരു മൈൻഡ് വന്നു. അപ്പം അങ്ങനെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് കീഴ്ത്തുട്ടിയെ കൂട്ടാണ്ടിരുന്നത്. അപ്പോൾ എന്താ വാങ്ങേണ്ടതെന്ന് ഒരു പിടിയില്ല. ആക്ച്വലി ഞാൻ മെയിൻ ഒരു ഗിഫ്റ്റ്, 2 ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അതാണ് മെയിൻ ഗിഫ്റ്റ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അത് ഓൾറെഡി വാങ്ങിയിട്ട് ഇപ്പോൾ 1 വീക്കായി. അത് കാറിൻ്റെ ഡിക്കിലുണ്ട്. 1 വീക്കായിട്ട് കാറിൻ്റെ ഡിക്കിലുണ്ട്, ഹൈഡ് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള 23 ഗിഫ്റ്റിന് വാങ്ങി. ഞാൻ ആക്ച്വലി കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയതൊന്ന് ഞാൻ കാണിച്ചു തരാം. സോ അത് ഞാൻ വാങ്ങിയത് ഈ ഒരു ചെരുപ്പാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ കീർത്തുട്ടി ഒരു പ്രാവശ്യം കാസർഗോഡ് വന്നിട്ട് ഇതിൻ്റെ സൈസ് കിട്ടാതെ അവൾക്ക് വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് വാങ്ങാം. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായിരുന്നു ഈ ചെരുപ്പ് കണ്ടിട്ട്. അങ്ങനെ ഇതൊന്ന് വാങ്ങി. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് ഇതൊരു ഷൂ ടൈപ്പാണ്. എനിക്കവിടെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പുതിയ ട്രെൻഡാണെന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്കറിയില്ല കറക്റ്റ്, പക്ഷേ കീർത്തോട്ടിക്ക് ഇഷ്ടമാകുമെന്ന് അറിയില്ല. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു ക്യൂട്ട് ലുക്ക് കാണുമ്പോൾ ഇല്ലേ, അങ്ങനെ ഇല്ലേ, എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഇതും കൂടി വാങ്ങി. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 4 ഗിഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി 21 ഗിഫ്റ്റ് കൂടി വാങ്ങാനുണ്ട്. എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്താ വാങ്ങണ്ടേന്ന്. 21 ഗിഫ്റ്റ് ആക്കണം എങ്ങനെയെങ്കിലും. ബർത്ത്ഡേ ദിവസം കീർത്തോട്ടിക്ക് 25 ഗിഫ്റ്റായിട്ട് എനിക്ക് അവളുടെ കയ്യിൽ ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ കാസർഗോഡ് ടൗണിലോട്ട് വന്നിട്ടുള്ളത്. എനിക്കറിയില്ല, കുറച്ച് ഫാൻസി ആയിട്ടുള്ള എന്തെങ്കിലും കാതിലോ മാലയോ അങ്ങനെ വാങ്ങണം. പിന്നെ ഒരു ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് ഇനിയും കുറേ ഗിഫ്റ്റ് ഉണ്ട്. എന്ത് വാങ്ങുന്നൊരു പിടിയില്ല. നോക്കാം നമുക്ക് എന്തായാലും. ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല. നോക്കട്ടെ, നല്ല എന്തെങ്കിലും ചുരിദാറോ ഏതെങ്കിലും പുതിയ ട്രെൻഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കും. സോ ഫ്രണ്ട്സ്, ടോട്ടൽ ഇപ്പോൾ 8 ഗിഫ്റ്റായി. ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഒരു ഡ്രസ്സും പിന്നെ അതിനോട് വേറൊരു ഡ്രസ്സും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഡ്രസ്സ് വാങ്ങി. അപ്പോൾ ടോട്ടൽ 8 ഡ്രസ്സായി. ഇനി ബാക്കി 17 ഡ്രസ്സും കൂടി വാങ്ങണം. ഇതൊക്കെ എന്തിനാണ് 25 വയസ്സായത്? അപ്പോൾ 17 ഗിഫ്റ്റ് കൂടി വാങ്ങണം. എനിക്കൊരു ഐഡിയ ഇല്ല എന്താ വാങ്ങണ്ടേന്ന്. കീർത്തോട്ടിക്ക് ടോയ്സ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. ഓൾറെഡി ഞാൻ ഈ ടെഡി ബിയർ, ചില ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവന്മാർ ടോയ്സൊക്കെ വാങ്ങി കൊടുത്തിട്ട് കൊച്ചു കുട്ടികളെ പോലെ എന്നൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊഞ്ചിക്കുന്ന കുറേ എൻ്റെ ബ്രദേഴ്സും അങ്ങനെയൊക്കെ. ഞാൻ അവരുടെ റൂമിലൊക്കെ ടെഡി ബിയർ കണ്ടിട്ടുണ്ട്. ഞാൻ കീർത്തോട് പറഞ്ഞിട്ടുണ്ട്, കീർത്തോട്ടിക്ക് അതിൽ താല്പര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ടെഡി ബിയർ വാങ്ങിത്തരില്ല, അതിനൊന്നും വേണമെങ്കിൽ നിനക്ക് ഞാൻ ഗണ്ണ് വാങ്ങിത്തരും. കാരണം എനിക്ക് അവളെ കുറച്ചും കൂടി പവർഫുള്ളാക്കി വളർത്താനാണ് ഇഷ്ടം. കാരണം നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം ഞാനാണല്ലോ അവളെ വളർത്തുന്നത്. അപ്പോൾ എനിക്ക് അവളെ കുറച്ചും കൂടി പവർഫുള്ളായിട്ട്, എന്താ പറയുക, നാളെ ഞാനില്ലെങ്കിലും ഇപ്പോൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സ്ത്രീകളില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഈ ബസ്സിൽ നിന്ന് ഒരുപാട് മോശമായ പ്രവർത്തികൾ അങ്ങനത്തെ ചില ആണുങ്ങളുണ്ട്. അപ്പോൾ അവർ ഉള്ളിലൂടെ വീഡിയോസൊക്കെ കാണുന്നല്ലേ, അപ്പോൾ അവർ ബാഡായിട്ട് ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് പ്രതികരിക്കാൻ അറിയാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. ഇവർ പ്രതികരിക്കില്ല. ഇവർ ടച്ച് ചെയ്തിട്ട് ഇവർ ഒന്നും പറ്റാതെ വീട്ടിൽ പോകുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നം ഇതാണ്. കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ
അവരൊക്കെ പ്രശ്നം ഇതാണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാര് ആ ഒരു പവർഫുൾ ആയിട്ട് വളർത്തുന്നില്ല, അവരെ പവർഫുൾ ആയിട്ട് നോക്കുന്നില്ല. അവർക്ക് ആ ഒരു ബ്രേവ്നെസ് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ കീഴത്തോടെയൊക്കെ പബ്ലിക്കായിട്ട് ആരെങ്കിലും തൊടാനോ മോശം പെരുമാറോ അടിച്ച അവൾ അത്രയും പവർഫുൾ ആണ്. ഞാൻ അങ്ങനെയാണ് അവളെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിയെടുത്താണ് ഞാൻ 3 വർഷം കൊണ്ട് കീഴത്തോട്ടിയെ. അപ്പോൾ അവൾക്കൊരു ടെഡി ബിയർ ടോയ്സ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതാണ് ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കീർത്തോട് ഗിഫ്റ്റ് മേടിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ മെയിനായിട്ട് 2 ഗിഫ്റ്റ് കൂടി ഉണ്ട് മെയിനായിട്ടുള്ള. ഞാനിപ്പോൾ എന്താണെന്ന് പറയുന്നില്ല, അതൊരു സർപ്രൈസ്, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അത് നാളെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കാണാം. പിന്നെ വേറൊരു ഗിഫ്റ്റ് കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയണോ? അത് നാളെ രാവിലെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നാളെ രാവിലെ ഞാൻ പോയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് എനിക്ക് പോകണം. അപ്പം ഞാൻ പറയാം എന്താ കാര്യം എന്ന്. അപ്പോൾ നിങ്ങളിങ്ങനെ വ്ളോഗിങ്ങനെ പയ്യെ നോക്ക്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത പോലെ കുറേ കാര്യങ്ങൾ 25ാമത്തെ ബർത്ത്ഡേ അല്ലേ കീർത്തോട്ടിയുടെ. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അവൾ ഒരുപാട് ഹാപ്പി ആക്കണം. അവളിപ്പോൾ ഇതൊന്നല്ല ഡിസൈവ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഇതിൽ കീർത്തോട്ടി ഇതിനേക്കാളും ഡിസൈവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് അത്രയും എന്താ പറയുക, ഇപ്പം ഇത്രയും ഞാൻ വാങ്ങിക്കൊടുത്തു. മെയിനായിട്ട് വേറെ 2 ഗിഫ്റ്റ് ഉണ്ട്, അതും അവൾ ഡിസൈവ് ചെയ്യുന്നില്ല. അതിനേക്കാളും മുകളിൽ ഡിസൈവ് ചെയ്യുന്ന ഒരാളാണ് കീർത്തോട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ടാകുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഹാപ്പി ആക്കണം കീർത്തോട്ടിയെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ പോവാം. ഈ ഒരു ചോക്ലേറ്റും കൂടി വാങ്ങി. ഇത് കീർത്തോട്ടിയുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. ഇതും കൂടി കൂട്ടിയിട്ടും ഇനിയും 16 ഗിഫ്റ്റാണ് വാങ്ങേണ്ടത്. ഫ്രണ്ട്സ്, കീർത്തോട്ടിക്ക് 2 ഡ്രസ്സ് കൂടി വാങ്ങി. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സ് വാങ്ങിയത്. ഗിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല ഇവിടെ കറക്റ്റായിട്ട്. നമുക്കിതാ ഈ ഒരു ഡ്രസ്സും ഈ ഒരു ഡ്രസ്സും ഇനി നല്ല റേറ്റ് ആട്ടോ. 1700 കുഴപ്പമില്ല, ഇതോടിയല്ലേ. ഇനിയും സമയമുണ്ട്. 4 മണിയായി. സോ ഫ്രണ്ട്സ്, ടയർഡായി. ഇപ്പോൾ സമയം വന്നിട്ട് 5:30 5:30ക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇത്ര ലേറ്റാവും ഞാൻ പ്രതീക്ഷിച്ചല്ല. അപ്പോൾ എൻ്റെ പ്ലാൻ 25 ഗിഫ്റ്റ് വാങ്ങണമെന്നായിരുന്നു. അത് ഹാഫ് മാത്രമേ എന്നെ കൊണ്ട് പറ്റിയുള്ളൂ. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഐഡിയ വെക്കണമായിരുന്നു എന്തൊക്കെ വാങ്ങണമെന്ന്. പക്ഷേ എനിക്ക് ഐഡിയ ഇല്ല എന്തൊക്കെ കീർത്തോട്ടിക്ക് എന്തൊക്കെ വാങ്ങണം. എൻ്റെ മാക്സിമം ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ കീർത്തോട്ടിക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടുള്ള കാര്യമില്ല എന്ന് തോന്നി. അതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ അപ്പോൾ ഉത്തരം വാങ്ങിയത് കീർത്തോട്ടിക്ക് കൊടുക്കാം. പിന്നെ ആദ്യത്തെ വാങ്ങാൻ പോകുന്ന ആദ്യത്തെ ഒരു ഗിഫ്റ്റ് അത് നാളെ രാവിലെ എത്തും. അത് ഞാൻ പോയി എടുത്തിട്ട് വരണം. അപ്പോൾ മാക്സിമം ഞാൻ വാങ്ങിയിട്ടുണ്ട്. കീർത്തോട്ടിക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റും അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാം. 25 ഗിഫ്റ്റ് എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. ഇല്ല, ഇനിയൊന്നും വാങ്ങാനില്ല. കീർത്തോട്ടിക്ക് എല്ലാം ഉണ്ട്. നമുക്ക് ഇനി വാങ്ങിയ തന്നെ വീണ്ടും വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അത് നിർത്തി. കുഴപ്പമില്ല, ഉള്ളത് വാങ്ങിയത് നമുക്ക് കൊടുത്തിട്ട് ഹാപ്പി ആക്കാം. സോ ഫ്രണ്ട്സ്, ഫൈനലി ഫുൾ ഗിഫ്റ്റ് വാങ്ങാൻ പറ്റിയില്ല. പകുതി മാത്രമേ എന്നെ കൊണ്ട് പറ്റിയുള്ളൂ. വേറെ ഒരു ഐഡിയ ഉണ്ടായില്ല എന്താ വാങ്ങണം എന്നുള്ളത്. സോ അത് കുഴപ്പമില്ല. ഞാൻ വീട്ടിലെത്തി, ഫ്രഷപ്പൊക്കെ ആയി. ഇനിയിപ്പോൾ നാളെ രാവിലെ കീർത്തോട്ടിയുടെ ആദ്യത്തെ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് നാളെ രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് പോകും. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം എന്താണെന്ന്. ഹായ് ഫ്രണ്ട്സ്, സോ ഇപ്പോൾ സമയം വന്നിട്ട് എത്രയാവേ? 11:29 ഫ്രണ്ട്സ്. 12 മണിയാവും വെയിറ്റ് ചെയ്യാണ്. ഒരാളുടെ ബർത്ത്ഡേ ആണ് നാളെ. ഗൈസ്, ഞാൻ പറയുന്നത് ദേവടെ പോയി ഉറങ്ങാനില്ല. മുഖം ഫുള്ള് ക്ഷീണമുണ്ട്. കുഴപ്പമില്ല. 12 മണിക്ക് വിഷയമാണെന്നുള്ളൊരു എന്താ പറയാ, അതൊരു ഇപ്പൊ പറയും. ഇപ്പൊക്കെ കടന്നു പോകുന്നു. നാളെ പറയും. എന്നാലും 12 മണിക്ക് വിഷയമില്ലല്ലോ.
സാരല്ല, എനിക്ക് കൊറേ ആളുകളുണ്ട് വിഷ് ചെയ്യാൻ. കണ്ട എന്നിട്ട് അവര് വിഷ് ചെയ്തു, ഈ ഫ്രണ്ട് എന്നെ വിഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഫ്രണ്ട്സോട് ടച്ച് ഇല്ല. അപ്പൊ ടച്ച് ഒന്നും ചെയ്യണ്ട ഫ്രണ്ട്സ് ആയിട്ട് കേട്ടാ. ഫ്രണ്ട്സ് എനിക്ക് രാവിലെ തന്നെ വിളിക്കും, മെസ്സേജ് ചെയ്യും. നൈറ്റ് വിളിയാല എനിക്ക് അത്ര ബന്ധമില്ല ഫ്രണ്ട്സോട്. വിളിച്ചെങ്കിൽ എന്റെ അത്ത വിളിക്കും, പിന്നെ എന്റെ അമ്മ വിളിക്കും, പിന്നെ ചേച്ചി വരും. ചേച്ചി ഇവിടെ ഉണ്ടല്ലേ, ചിലപ്പം വരും. അത്രേ ഉള്ളൂ. ചേച്ചി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനും 12 മണിയാവും വെയിറ്റ് ചെയ്യാണ് കീർത്തുട്ടിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ. 25ാമത്തെ ബർത്ത്ഡേ ആണ് കീർത്തുട്ടിയുടെ. ഏജ് പറയേണ്ടത് കേട്ടോ, ഏജ് പറയണം. ഏജ് പറഞ്ഞിട്ട് നമ്മള് ആൾക്കാർക്ക് തോന്നണം 25 വയസ്സായോ, കണ്ട പറയില്ലല്ലോ. അവിടെയാണ് നമ്മുടെ വിജയം. ഗൈസ്, ഞാൻ 25 ഇയേഴ്സ് പോലെ കാണുന്നുണ്ട്. നിങ്ങൾ പറയൂ, കമന്റ് ബോക്സിൽ പറയൂ. ചെറുതന്നെ പറയണേ. അങ്ങനെ അപ്പോ ഇങ്ങനെ സപ്പോർട്ട് വെക്കട്ടെ. വേണ്ട. അപ്പൊ ദേവേട്ട പറ, എന്റെ ബർത്ത്ഡേ എന്താണ്? ബർത്ത്ഡേ ഗിഫ്റ്റ് കീർത്തുട്ടി ബർത്ത്ഡേ ഗിഫ്റ്റാണ് വെയിറ്റ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. ഇപ്പൊ ഇന്ന് രാത്രി ഉറക്കുണ്ടാവില്ല, നാളെ ദേവേട്ടൻ എന്ത് തരുന്നുള്ള ഒരു ഇതിലാണ്. കൊറേ ദിവസം ദേവേട്ട പുറത്ത് പോകുന്നുണ്ട് ഗൈസ്, ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പുറത്ത് പോകുന്നുണ്ട്. അപ്പോ ഞാൻ ഷോക്കാണ്, എന്തിന് ഇത്ര 4 ദിവസം. അത് രാവിലെ പോയിട്ട് എപ്പോഴും നൈറ്റ് എത്തുമോ, നൈറ്റല്ല, ഒരു വൈകുന്നേരം 5 മണി 6 മണി എത്തും. അപ്പോൾ ഞാൻ ക്യൂരിയോസിറ്റി, ഇത്ര ദിവസം എന്താ ചെയ്തു, എന്താ എനിക്ക് ആ സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് എന്ന് ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ്, ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേ. ഞാന് ദേവട്ടക്ക് ലാസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് ഒരേ ദിവസം പോയി വന്നു, ഒരേ ദിവസം ഞാൻ എടുത്തു. നമ്മള് ദേവട്ട 4-5 ദിവസം, അതെന്താ അങ്ങനെ? നമ്മളെ പാർട്ട്ണറിന് വേണ്ടി നമ്മള് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലേ, പോയി വന്നല്ലേ പറഞ്ഞു. പക്ഷെ കരഞ്ഞു ദേവേട്ട, ലാസ്റ്റ് ദേവേട്ട ബർത്ത്ഡേ ദിവസം ഞാൻ കരപ്പിച്ചതാ. ഓക്കെ, അപ്പോ അങ്ങനെയാണ് ഫ്രണ്ട്സ്. ഉറക്കം വരുന്നുണ്ട്, 12 മണിക്ക് വിഷയം വേണം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട് ദേവേട്ട ഇപ്പൊ ഉറങ്ങിക്കോ, ഞാൻ വേറെ ആളുകളുടെ കോളും ഞാൻ എടുക്കൂല. ദേവേട്ട നാളെ രാവിലെ വന്നിട്ട് എന്നെ വിഷ് ചെയ്യും. ഫസ്റ്റ് വിഷ് ദേവേട്ട. അയ്യോടാ. എന്തായാലും സമയം 11:30 ആവാറായി. അപ്പോൾ ഇനി 1/2 മണിക്കൂർ കൂടി കണ്ട ഉറക്കൊന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ തന്നെ പോയി കുളിച്ചിട്ട് വന്നതാ, രാവിലെ നാളെ കുളിക്കാൻ വേണ്ടല്ലോ. ഒരാളുടെ എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ്, നാളെ എന്തായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റിലൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ ഒന്നുമില്ല, ചെറിയൊരു ഗിഫ്റ്റ് മാത്രമാണ് കൊടുക്കുന്നത്. എന്താ വിഷമായി അപ്പൊ തന്നെ നോക്കി മുഖം മാറി. ഇല്ല, ചെറിയ ഗിഫ്റ്റോ വലിയ ഗിഫ്റ്റോ, ഗിഫ്റ്റ് അല്ലേ. അപ്പൊ എനിക്ക് ഈ പ്രാവശ്യം കൊറേ ഡ്രസ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ അമ്മുകുട്ടി അച്ഛൻ കൊടുത്തു, ഇന്ന് ചേച്ചി കൊടുത്തു. ഞാൻ ബർത്ത്ഡേ ഡ്രസ് വാങ്ങിയിട്ടില്ല ഗൈസ്. അപ്പൊ ഇവര് ഡ്രസ് കൊടുത്തല്ലേ, അതിനെ ഞാൻ ഇടും നാളെ. അപ്പൊ ദേവേട്ടന്റെ ഗിഫ്റ്റ് എന്താ അറിയില്ല, നോക്കട്ടെ. പക്ഷെ ആ എഫേർട്സ് ഉണ്ടല്ലേ വാങ്ങിട്ട് കൊടുത്തത്, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം കേട്ടാ. എന്തെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, 12 മണി വെയിറ്റ് ചെയ്യാം. 12 മണി വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഉറക്കമൊന്നുമില്ല, ശബ്ദമൊക്കെ മാറിയത്. 12 മണി വെയിറ്റ് ചെയ്തിട്ട് വിഷ് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങും. 12 മണിക്ക് ഞാൻ ഓൾറെഡി വിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആ രീതിയിൽ വിഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 12:01 അപ്പോൾ കീർത്തി ജനിച്ചത് ആക്ച്വലി 6 മണിക്കാണ്. 12 മണിക്കുള്ള വിഷ് വെറുതെയാണ്. ഈവനിങ് 6 o'clock ആണ് കീർത്തി ജനിച്ചത്. അപ്പോൾ ആ സമയത്തല്ലേ നമ്മൾ വിഷ് ചെയ്യേണ്ടത്.
ഇല്ല 12 മണിക്കല്ലല്ലോ വിഷയം ചെയ്യേണ്ടത്. പക്ഷെ എന്റെ അമ്മ അപ്പളേ രാവിലെ തന്നെ വേദന തുടങ്ങി. അപ്പൊ അപ്പളേ ഞാൻ പുറത്തു വന്നു. അപ്പോഴേ പുറത്തു വന്നു അല്ലേ? പുറത്തു വരാൻ തുടങ്ങി 12 മണിയാകുമ്പോഴേ. കള്ളിക്കുട്ടി. സോ അപ്പോൾ കീർത്തുട്ടിയുടെ ബർത്ത്ഡേ പരിപാടികൾ നാളെയാണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് വ്ളോഗ് അവസാനിപ്പിച്ചാൽ മതി. അപ്പോൾ കീർത്തുട്ടി ഒരുപാട് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യേണ്ട, ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എനിക്ക് ക്യൂരിയോസിറ്റി കൂടുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും ക്യൂരിയോസിറ്റി കൂടുക? ചെറുത് 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 ചെറിയ ചെറിയ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.